ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്നൊന്നിരിക്കുന്നത് ഒരു വർഷത്തോളം ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഒരു വർഷത്തോളം കാത്തിരുന്ന് റിലീസായ OTT റിലീസായ സിനിമ കള്ളനും ഭഗവതിയും. അതിൻ്റെ റിവ്യൂലോട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ വാഴ, എല്ലാവരും വാഴ കണ്ടു കാണുമല്ലോ, അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതും കൂടി ഒന്ന് കാണണം. കള്ളനും ഭഗവതി, ഡയറക്ടർ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, പ്രൊഡ്യൂസർ പുള്ളിയുടെ സിനിമയെല്ലാം ആൽബം ആയാലും സ്റ്റേജ് ഷോ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അതാകുമ്പം നഷ്ടം പരിഹാരം കൊടുക്കണ്ടല്ലോ, അതുകൊണ്ട് പുള്ളി തന്നെയാണ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് KV അനിൽ, മ്യൂസിക് രഞ്ജിൻ രാജ്. പിന്നെ ഇതിൻ്റെ സ്റ്റാറിങ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനു ശ്രീ. ഇതാണ് ഇവരുടെ മെയിൻ ഒരു സ്റ്റാർ കാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്നെ ഈ ഒരു പടം കാണാൻ പ്രേരിപ്പിച്ചത് ഇതൊന്നുമല്ല. ഇതിനകത്ത് ഭഗവതി ആയിട്ട് വന്ന ആ പെൺകൊച്ചിൻ്റെ ആ സിനിമ ഇറങ്ങിയ സമയത്തെ കൂടുതൽ ഫേമസ് ആയിരുന്ന പെൺകൊച്ചി, ആ പെൺകൊച്ചിനെ ഒന്ന് കാണാനായിരുന്നു കാത്തിരുന്നത്. പക്ഷേ മറ്റേ ഇതൊന്നുമല്ല, നമുക്ക് എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അത്ര ഫേമസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പെൺകൊച്ചിൻ്റെ പേര് മോക്ഷ എന്നാണ്, ബംഗാളി ആക്ട്രസ്സാണ്. അപ്പോൾ ആ ഒരു ഭഗവതിയായിട്ട് കറക്റ്റ് ഒരു ഭഗവതിയായിട്ട് തോന്നും നമുക്ക്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ ആ ഒരു സിനിമ കാണാൻ ഒരു പ്രേരിപ്പിച്ചത്, അല്ലാതെ ഇതിൻ്റെ സ്റ്റോറിയും ഇതൊന്നും കണ്ടിട്ടല്ല. അപ്പം ഇതിനകത്ത് സ്റ്റോറിയിലോട്ട് പോകുകയാണെങ്കിൽ ഇതൊരു ഫാൻറ്റസി സ്റ്റോറിയാണ്. അത് ഇപ്പോൾ കാരണം ഇത് പണ്ട് ജീസസ് ഓഫ് ക്രിസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട്, പണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് കുറേ ഫാൻറ്റസി പടങ്ങൾ വന്നത്. ഹിന്ദുസം വെച്ച് കുറേ ഫാൻറ്റസി പടങ്ങളൊക്കെ വന്നത്. അതൊരു ഇമോഷണലി കണക്റ്റായി വന്നില്ലെങ്കിൽ ആ പടം ഫ്ലോപ്പാണ്. ഈ പടത്തിലോട്ട് വന്നാലും ആ ഒരു ഫാൻറ്റസി മോഡൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയതാണ്. നമുക്ക് വഴിയെ പറയാം. ഇതിൻ്റെ പടം തുടങ്ങുന്നത് ഒരു സലിംകുമാറിനെ കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. സലിംകുമാർ ഒരു പള്ളിയിൽ അച്ഛനായിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നു, ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ, ക്രിസ്മസിൻ്റെ ആ സമയത്ത് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. സലിംകുമാറിൻ്റെ ലിപ്പൊക്കെ കറക്റ്റായിട്ട് ഇട്ടുണ്ട്, പക്ഷേ പാട്ട് പാടുന്ന വേറെ ആരുണ്ട്, അത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ പരിപാടി, വിഷ്ണു ഉണ്ണികൃഷ്ണനെ കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഭയങ്കര കള്ളനാണെന്ന് നാട്ടുകാർ പറഞ്ഞുള്ള അറിവാണ്, പക്ഷേ സിനിമയ്ക്കകത്ത് അങ്ങനെ അത്ര വലിയ കള്ളനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി കക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. അവിടെ വെച്ച് കട ചെറുതായിട്ടൊന്ന് മാറുന്നത് അനുശ്രീയെ കാണുന്നത്. അനുശ്രീയുടെ കാര്യം പറയുകയാണെങ്കിൽ അനുശ്രീ എൻ്റെ നാട്ടുകാരിയാണ്. ഇപ്പം കമുഞ്ചേരി, അതായത് സത്യമുക്ക് കമുഞ്ചേരി എൻ്റെ വീട്. ഞങ്ങൾ അവിടുന്ന് ഒരു 6 കിലോമീറ്റർ, കഷ്ടിച്ചൊരു 6 കിലോമീറ്ററിൻ്റെ ഒരു വ്യത്യാസമുള്ള അനുശ്രീയായിട്ടുള്ള ഒരു ഇതിലുള്ള. ഒറ്റ ബാക്കി അനുശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ ഇതേപോലെ എന്നിട്ട് ആക്ട്രസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇതുപോലൊരു ജാടകമുള്ള ഒരു ആക്ട്രസ് പറയില്ല. അതിൻ്റെ ഒരു കഥ പറയാൻ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ ഇതിനകത്തോട്ട് കൂട്ടിച്ചേർത്ത് അതിൻ്റെ ലെങ്ത് കൂടിപ്പോകും, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, സമയമുള്ളപ്പം ഒരു വീഡിയോ ആയിട്ട് ചെയ്തിടാം. അപ്പോൾ അനുശ്രീയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കണ്ടത് തൊട്ട് മലയാള സിനിമ ഇറങ്ങിയിട്ട് തൊട്ട് ഒരു ദാരിദ്ര്യം ഉള്ളൊരു നടിയായിട്ടാണ് അനുശ്രീയെ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു നടി, അതാണ് അനുശ്രീയുടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു രീതിയിലും വെച്ചാൽ ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം കണ്ട് ഇവരൊക്കെ ജീവിതത്തിലെ സമന്ത ആണെന്നൊക്കെയാണ് വിചാരം. ഒരു അനുശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ അനുശ്രീയുടെ ക്യാരക്ടർ കൊണ്ട് ഈ ഒരു സിനിമയിൽ വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അനുശ്രീ എന്ന് പറഞ്ഞാൽ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബം, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ജോലി കിട്ടണം, അതൊക്കെ PSC ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. PSCയെ പറ്റി എന്ന് വെച്ചാൽ സർക്കാരിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, പിൻവാതിൽ നിയമനത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കറക്റ്റാണ്. ഇപ്പം എൻ്റെ വെച്ച് നോക്കുകയാണെങ്കിലും നേരത്തെ ചൊവ്വ നിയമനം നടന്നായിരുന്നെങ്കിൽ എനിക്കും ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞേക്കുന്നതൊക്കെ കറക്റ്റ് കാര്യമാണ്. പിന്നെ അനുശ്രീയുടെ മേക്കപ്പ് എല്ലായിടത്തിലെ ഓവറായിട്ട് അടിച്ച് കയറ്റി മേക്കപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബത്തിലാണെന്നൊന്നും തോന്നത്തേ ഇല്ല. ഒരു ഇതൊക്കെ ആയിട്ട് ഒരു കോസ്റ്റ്യൂമായാലും മോഡേൺ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമൊക്കെ ആയിട്ടാണ്. എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ കാര്യം പറഞ്ഞില്ല. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഒരു ശരാവതി നദിയുടെ അപ്പുറം ഒരു വിഗ്രഹമുണ്ട്. എന്നുവെച്ചാൽ ഡയറക്ഷൻ്റെ ഇനി പറയുന്നത് ഡയറക്ഷൻ്റെ പോരായ്മകൾ പറയാം. അനുശ്രീ വഴിയാണ് ഉണ്ണികൃഷ്ണന് ഒരു ഇത് കിട്ടുന്നത്, എന്ന് വെച്ചാൽ ഒരു വിഗ്രഹം മോഷ്ടിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നത്. അതായത് ശരാവതി നദിയുടെ അപ്പുറത്ത് ഒരു അമ്പലമുണ്ട്, പൊളിഞ്ഞു കിടക്കുന്ന ഒരു അമ്പലമുണ്ട്. ആ ഒരു അമ്പലത്തിൻ്റെ ദേവിയുടെ വിഗ്രഹം മോഷ്ടിച്ചാൽ നല്ല പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അനുശ്രീ പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ പോരായ്മ എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശരാവതി നദി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ കല്ലടയാർ നോക്കുക. കല്ലടയാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ കൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. അതുപോലെ പെരിയാർ എന്ന് പറയുമ്പം ഇടുക്കി, എറണാകുളം, ഇങ്ങനെയൊക്കെ ഈ സ്ഥലത്തൂടെ ഒക്കെ ഒഴുകുന്ന നദിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാം, ഈ ശരാവതി നദിയുടെ അപ്പുറം നീന്തി കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലം ഉണ്ടെന്ന്. അപ്പോൾ ഏത് സ്ഥലപ്പേര്, അവിടെ ഒരു സ്ഥലം എടുത്ത് പറയണം. അവിടെ അതും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ചുമ്മാ ഒരു നദി നീന്തി കടന്നാൽ ആ ഒരു സ്ഥലത്തെത്തത്തില്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നീന്തുന്നതിൻ്റെ കാര്യം അടുത്ത ഡയറക്ഷനിലെ പോരായ്മകളാണ് നീന്തുന്നതിൻ്റെ കാര്യം. ഇപ്പം നമ്മൾ
കൈയൊക്കെ എത്ര ലൂസായിട്ട് കിടക്കാൻ പറ്റുന്നു ആ ഒരു രീതിയിലാണ് നീന്തുന്നത്. ഇതിനകത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നീന്തുന്ന കാണിക്കുന്നുണ്ട്. ഒരു കൈലിയും ഒരു ഷർട്ടും ഇട്ടുകൊണ്ടാണ് നീന്തുന്നത്. കൈലി ഒന്നി നമ്മുടെ കൈ എത്ര ലൂസായിട്ട് കിടക്കുന്നു അത്രയാണ് നീന്താൻ നല്ലത്. അതിപ്പോൾ നമ്മളൊരു 100 മീറ്റർ ഓടാൻ നിൽക്കുക ഒരു സമയത്തിനകത്ത് 14 സെക്കൻഡിൻ്റെ സമയത്ത് 100 മീറ്റർ ഓടണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ പാൻറ്റും ഷർട്ടും ജീൻസും ഇട്ടുകൊണ്ട് 100 മീറ്റർ 14 സെക്കൻഡ് ഓടാൻ പറ്റുമോ? ഇമ്പോസിബിൾ, പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ പറ്റത്തില്ലല്ലോ. അപ്പോൾ കൈയൊക്കെ ഒന്ന് ലൂസായിട്ട് കൈയൊക്കെ ഒന്ന് എടുത്ത് കളിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ആ ഒരു ഡ്രസ്സ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നീന്തുന്നതിൻ്റെ കാര്യം. നീന്തുന്നതിൻ്റെ അകത്തെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ആ കയ്യിൽ നമ്മൾ സാധാരണ മടക്കി കുത്തുന്നതിൻ്റെ കൂട്ട് നീന്താൻ പറ്റത്തില്ല. അപ്പോൾ അത് നീന്തുന്നതെന്ന് പറഞ്ഞാൽ ഒന്നീ അത് ഇങ്ങനെ മടക്കി പുറകെ കെട്ടി, ഇപ്പം നമ്മൾ മരമൊക്കെ കയറാൻ നേരത്ത് കയ്യിലുള്ളവർ കെട്ടുന്നതിൻ്റെ കൂട്ട് അകത്തൂടെ കെട്ടുന്ന രീതിയുണ്ട്. ആ കെട്ടുന്ന രീതിയാണെങ്കിൽ നീന്താൻ നല്ലതാണ്. പിന്നെ ഈ ശരാവതി നദി എന്ന് പറഞ്ഞാൽ നല്ല അടിയൊഴുക്കുള്ള ഒരു നദിയാണ്, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും വെച്ചുകൊണ്ട് ഒരാൾക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് നീന്താൻ പറ്റത്തില്ല. ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ ജീൻസും ഇതൊക്കെ ഇട്ടുകൊണ്ട് നീന്താൻ പറ്റുന്നില്ല. വെള്ളം കെട്ടിക്കിടക്കുന്ന നേരത്ത് നീന്തുന്നതിൻ്റെ കൂട്ടല്ല അടിയുള്ള അഴുക്കെടുത്ത് നീന്തുന്ന കൈ എത്ര ഫ്രീ ആയിട്ട് കിടക്കുന്നു അത്രയും നല്ലതാണ്, നീന്താൻ നല്ലത്. അത് അപ്പോൾ അവിടെ കാണിക്കുന്ന ഒരു പോരായ്മ തന്നെ. പിന്നെ നീന്തുന്നതിൻ്റെ കാര്യം ഞാൻ കറക്റ്റ് റിയാലിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ വെള്ളത്തിൽ നീന്തുന്ന കാര്യം സീനൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് റിയാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട്. അത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ക്ലോസപ്പ് ഷോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ക്ലോസപ്പ് ഷോട്ട് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് കാണുമ്പോഴേ അറിയാം എന്തോ ഈ മുട്ടിൻ്റെ ഇളിയുടെ അത്രയുള്ള വെള്ളത്തിൽ മുട്ടുകൂത്തി ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന രീതിയാണ് അതൊക്കെ കാണിച്ചു വെച്ചേക്കുന്നത്. അത് കാണുമ്പോഴേ അറിയാം കൈയിട്ട് ചുമ്മാ അങ്ങനെയൊന്നുമല്ല നീന്താനുള്ളവർക്ക് അറിയാം. നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെന്നായിരിക്കും, ഓരോരുടെ സേഫ്റ്റി നോക്കണമായിരിക്കും. പക്ഷേ അതൊക്കെ ഒരു ഒറിജിനാലിറ്റി നോക്കണം. ലോങ് ഷോട്ടിൽ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്, അത് കറക്റ്റ് നീന്തുന്നതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എനിക്കൊന്ന് ആരാണ്ട് നീന്താൻ അറിയാവുന്നവരെ വെച്ച് കെറ്റിയതാണെന്ന് തോന്നുന്നു. പിന്നെ ആ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോഴാണ് പിന്നെ ഭഗവതിയെ കാണുന്നത്. ഭഗവതി അവിടം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭഗവതിയെ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ പെൺകൊച്ചി നല്ല രീതിയിൽ എന്നുവെച്ചാൽ നമുക്ക് കാണുമ്പോൾ തോന്നും ആ കണ്ണിൻ്റെ ആ ഒരു ചാര കളറിലെ കണ്ണ് നമുക്ക് ഒരു കാണുമ്പോൾ ഒരു ഭഗവതിയായിട്ട് തോന്നും. പക്ഷേ ഇത് അവർ യൂസ് ചെയ്തിട്ടില്ല. ആ ഒരു പെൺകൊച്ചിൻ്റെ ആ ഒരു ദേവിയുടെ ഒരു രൂപം ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ളത് നല്ല രീതിയിൽ ചെയ്യാതെ പോയ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ മോശം സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അതായത് ദേവിയും ഈ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ക്യാരക്ടർ പേര് ഓർമ്മ വരുന്നില്ല, അവർ തമ്മിൽ ക്ലോസ് ആവുന്ന ഒരു സീനുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അടുത്തത് ഡൗൺ ആക്കി കളയുന്നത്. എന്തെന്ന് പറഞ്ഞാൽ ഈ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ കുറച്ച് സോങ്ങുകൾ എനിക്ക് ഒന്ന് പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് റിലീസാക്കാതെ എനിക്ക് തോന്നുന്നു ഇത് എന്നിട്ട് ഒരു ഭക്തി ഗാനങ്ങൾ ഇതെനിക്ക് തോന്നുന്നു ഒരു സമയം കിട്ടിയപ്പോൾ ഇതിനകത്ത് കൂടെ ഇടയ്ക്കൂടെ തിരികെ കയറ്റി കുറച്ച് ഭക്തി ഗാനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ആ ഒരു സ്ക്രിപ്റ്റിനെ പിന്നോട്ട് വലിക്കുന്ന മ്യൂസിക്കാണ് അതൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഭയങ്കര മോശം ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തി ഗാനങ്ങളൊക്കെ കയറ്റി ഭയങ്കര ബോറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാത്ത സീനൊക്കെ കിടിലിനാക്കി എന്ന് വെച്ചാൽ ദേവിയെ കാണാൻ വേണ്ടി മാത്രം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ 5-10 വട്ടം കാണാനും 10-15 വട്ടം കാണാനുള്ള ഒരു സിനിമയുണ്ട്. കാരണം സ്ക്രിപ്റ്റ് ബേസിലല്ല, ആ ദേവിയെ കാണാൻ വേണ്ടി മാത്രം ഒരു 10-15 വട്ടം കാണാം. അത്രയ്ക്കും ദേവിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ശിവൻ്റെ ഒരു കൈലാസനാഥൻ കാണുമ്പോൾ കുറേ നാൾ നമുക്ക് ഒരു ശിവൻ എന്നുള്ള പേര് കേൾക്കുമ്പം മോഹിത് റായിനെ ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത് ഒരു ആ കറക്റ്റ് പെർഫെക്ഷൻ ദേവി. പിന്നെ ദേവിയുടെ കുറച്ച് തമാശകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ജോണി ആൻ്റണി ഉണ്ട്, പിന്നെ രാജേഷ് മാധവ് ഉണ്ട്, അൽത്താഫ് സലീമുണ്ട്. അൽത്താഫ് സലീമും പിന്നെയും കുഴപ്പമില്ല. ബാക്കി രണ്ടുപേരും ചുമ്മാതെ കയറ്റിയതിൻ്റെ കൂട്ടാണ് തോന്നിയത്. വലിയ മന്ത്രവാദിയൊക്കെ ആയിട്ടാണ് വരുന്നത്, പക്ഷേ ഗുണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ക്ലൈമാക്സും ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ സിനിമയ്ക്കകത്തും വരുന്നുണ്ട് ആ ഭക്തി ഒരു സീരിയലിൻ്റെ കൂട്ട് എടുത്ത് പാളിപ്പോയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് കള്ളനും ഭഗവതിയും. അതിൽ പറഞ്ഞ ഒരു ബിലോ ആവറേജ് സിനിമ സ്ക്രിപ്റ്റ് ബേസിൽ ദേവിയെ മാത്രം കാണാനാണെങ്കിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് തോന്നിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് കള്ളനും ഭഗവതിയും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന കാര്യം. ബൈ.